സോ വെൽക്കം ബാക്ക്. അപ്പോൾ വൺ പ്ലസിൻ്റെ നോഡ് CE4 ലൈറ്റ് എന്നൊരു പുതിയൊരു ഫോൺ കൂടി വൺ പ്ലസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതും ഒരു 20,000 രൂപ റേഞ്ചിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, ഫീച്ചേഴ്സ്, കൊടുക്കുന്ന പ്രൈസിന് ഇത് വാല്യൂ ആണോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് തന്നെ പറയാം. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 8GB 128GB പിന്നെ ഒന്ന് 8GB 256GB വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. ഇതിൽ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,999 ഹയർ വേരിയൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 22,999 ആയിട്ടാണ് വരുന്നത്. അപ്പം 20,000 രൂപയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ പറയുകയാണെങ്കിൽ, ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം കാണാൻ വൺ പ്ലസ് നോഡ് CE4 പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ക്യാമറ മൊഡ്യൂളിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാണാൻ നല്ലൊരു പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. സോ വീഗൻ ലെതറോ ഗ്ലാസും കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നില്ല. ഇറ്റ്സ് ഓക്കെ, കാണാൻ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഫോൺ മെയിനായിട്ട് 3 കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് സിൽവർ, ബ്ലൂ, ഓറഞ്ചും വരുന്നുണ്ട്. മൂന്നും അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത നല്ല കളേഴ്സ് തന്നെയാണ്. ഇനി ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 2100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഫോണിന് വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഏതാണെന്ന് എടുത്ത് പറയുന്നില്ല. ഇനി പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലും ഒരു ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ചെറിയ ഏതെങ്കിലും ഗൊറില്ല ഗ്ലാസ് അങ്ങനത്തെ ആയിരിക്കും, അത് എടുത്ത് പറയുന്നില്ല. അപ്പം ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് ഓക്കെ, നല്ല ഒരു ഉഗ്രനായിട്ടുള്ള ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ നല്ലൊരു ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഫോണിന് വരുന്നുണ്ട്. ദെൻ ക്യാമറ 15 MB പ്രൈമറി ക്യാമറ, അതും സോണിയുടെ LYT600 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. 2 MP ഒരു മാക്രോ ക്യാമറയും റിയറിലോ വരുന്നുണ്ട്. 16 MB സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും റിയറിലും നമുക്ക് ഫുൾ HD വീഡിയോ റെക്കോർഡിങ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 20,000 രൂപയുടെ ഫോണായിട്ട് പോലും 4K സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ക്യാമറ വൈസൊക്കെ തന്നെ ഒരു നോർമൽ ക്യാമറ ആയിട്ടാണ് തോന്നുന്നത്. സോ ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ പെർഫോമൻസ്, കോൾകോപ്പ് സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന പ്രോസറാണ് വരുന്നത്. ഇതിൻ്റെ പഴയ മോഡലായിട്ടുള്ള നോഡ് CE4 3 ലൈറ്റിലും ഇതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ആ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. സോ പെർഫോമൻസ് വൈസ് യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഫോണിന് വന്നിട്ടില്ല. അപ്പം അത്യാവശ്യം നല്ലൊരു പഴയ ചിപ്സെറ്റാണ് ഈ ഒരു 695 എന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത പെർഫോമൻസ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റ് ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ഒക്കെ തന്നെ വളരെയധികം കുറവ് തന്നെയാണ്. ആൻഡ് ടു സ്കോർ എന്ന് പറഞ്ഞാൽ 4,18,000 എബോ ആയിട്ടാണ് വരുന്നത്. അപ്പം അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഈ ഒരു ഫോണിന് കിട്ടുന്നതായിരിക്കും. Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. Oxygen OS 14 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. പിന്നീട് 5500 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും നമുക്ക് ഫോണിന് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബിൽഡ് നോർമൽ, ഡിസൈൻ അതിപ്പോൾ ഓരോരാളുടെ ഒരു ഇഷ്ടമാണല്ലോ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഡിസൈൻ അത്യാവശ്യം നല്ല ഡിസൈൻ വരുന്നുണ്ട്, ലുക്ക് വരുന്നുണ്ട്, നല്ല ലുക്കുള്ള ഫോൺ തന്നെയാണ്. പിന്നീട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ഫോണിന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നല്ല ക്യാമറ ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ക്യാമറ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ക്യാമറ യൂസൊക്കെ നോക്കാം, സ്പെസിഫിക്കേഷൻസ് നോർമലാണ്. പിന്നീട് ബാറ്ററി, നല്ല ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് പെർഫോമൻസും ഒരു ഡീസൻറ്റ് നോർമൽ ആയിട്ടുള്ള പെർഫോമൻസ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. അതൊക്കെ ഈ ഒരു മറ്റു ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ തന്നെ ഒരു നോർമൽ ആയിട്ട് വരുന്നത്. ബട്ട് 20,000 രൂപയ്ക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഫോണായിട്ടാണ് എനിക്കും തോന്നിയത്. അങ്ങനെ വലിയ ബെസ്റ്റ് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസക്ക് അത്രക്കും വേർത്തും ഫീച്ചേഴ്സും കാരണം തന്നെ ഈ ഒരു ഫോണിന് കിട്ടുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഒരു നോർമൽ ആയിട്ടുള്ള ഫോണായിട്ടാണ് തോന്നിയത്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.